2026 സൗത്ത് അമേരിക്കൻ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ റൗണ്ടിനുള്ള അർജന്റീനയുടെ ചിലിക്കെതിരെയും കൊളംബിയയ്ക്കെതിരെയുമുള്ള മത്സരങ്ങൾക്കുള്ള പ്രീ ലിസ്റ്റിനെ ലയണൽ സ്കലോണി എന്ന അർജന്റീനയുടെ പരിശീലകൻ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു. സമീപകാല അർജന്റീനയുടെ സ്ക്വാഡിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒട്ടുമിക്ക സീനിയർ താരങ്ങൾക്കും ഈ തവണയും അവസരം ലഭിച്ചപ്പോൾ പൗളോ ഡിബാല എന്ന താരത്തിന് ഈ തവണയും ലയണൽ സ്കലോണി തൻ്റെ ടീമിൽ അവസരം നൽകിയില്ല. 9ഓളം പുതിയ താരങ്ങളാണ് ഈ തവണയും ടീമിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. എന്നിട്ടും പൗളോ ഡിബാലയ്ക്ക് ഈ തവണയും ടീമിൽ സ്ഥാനം ലഭിച്ചിട്ടില്ല. PSVയുടെ ഗോൾ കീപ്പറായ വാൾട്ടർ ബെനിറ്റിസ്, ഒളിമ്പിയാക്കോസിൻ്റെ സെൻട്രൽ ബാക്കായ ബലേഡി, RC ലെൻസിൻ്റെ ലെഫ്റ്റ് ബാക്കായ ഫക്കുണ്ടോ മെദീന, എസ്ട്രാബർഗോയുടെ മിഡ്ഫീൽഡറായ വാലന്റീൻ ബാർക്കോ, നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ മിഡ്ഫീൽഡറായ നിക്കോളാസ് ഡോമിംഗസ്, ഒളിമ്പിയാക്കോസിൻ്റെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ അൽമാഡ, കോമോയുടെ അത്ലറ്റിക് മിഡ്ഫീൽഡറായ നിക്കോപാസ്, ലാസിയോയുടെ താരമായ വാലന്റീൻ കാസ്റ്റലാസ്. അർജന്റീനയുടെ സീനിയർ ടീമിൽ അധികം അവസരങ്ങളൊന്നും ലഭിക്കാത്ത ഈ താരങ്ങൾക്ക് ഈ തവണ ഒരവസരമെങ്കിലും ലഭിക്കുമെന്നാണ് ഓരോ അർജന്റീന ആരാധകരും വിശ്വസിക്കുന്നത്. വരാൻ പോകുന്ന ജൂൺ 6-ാം തീയതി നാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് ചിലിക്കെതിരെയാണ് അർജന്റീന കളിക്കുന്ന ആദ്യ മത്സരം. ജൂൺ 11-ന് കൊളംബിയയുമായിട്ട് ബ്യൂണസ് ഐറിസിലാണ് അർജന്റീനയുടെ രണ്ടാമത്തെ മത്സരം. അർജന്റീനയ്ക്ക് പുറത്ത് കളിക്കുന്ന താരങ്ങളെ മാത്രമാണ് ഈ ആദ്യ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും അർജന്റീനയുടെ പ്രാദേശിക ലീഗ് കളിക്കുന്ന ചില താരങ്ങളെ കൂടി താൻ ഉൾപ്പെടുത്തുമെന്നും അർജന്റീനയുടെ പരിശീലകനായ ലയണൽ സ്കലോണി ഉറപ്പു പറഞ്ഞിട്ടുണ്ട്.